ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടത് ഇതിൽ ഫില്ല് ചെയ്യാനുള്ള ഡേറ്റയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇതൊന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ, എന്താണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് അവിടെ നമുക്ക് മനസ്സിലാവും. അത് നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് മൊത്തത്തിലൊരു 34 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 34 ക്വസ്റ്റ്യൻ്റെ അകത്ത് പലതും ഈ പറഞ്ഞ പോലെ കോംപ്ലക്സ് സ്റ്റേറ്റ്മെൻറ്റ് സഹിതം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇരുന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാളെ വിളിച്ചിരുത്തി ഇത്രയും നേരം സംസാരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ഒരു ഇൻ്റർവ്യൂ സ്റ്റൈലിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല ഇതേ സാധനം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് റീസ്ട്രക്ചർ ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കണം. അതിനെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഒന്ന് പറഞ്ഞുതരാം. അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ പെട്ടെന്ന് കാര്യം കഴിയും. അപ്പോൾ നിങ്ങൾ അവരെ കാണുമ്പോൾ ആദ്യമേ പറയേണ്ടത്, നമ്മൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് വെറും 10 ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങളെ നമുക്ക് അറിയേണ്ടത് വെറും 10 കാര്യങ്ങളാണെന്ന് ആദ്യമേ പറയുക. യഥാർത്ഥത്തിൽ ഈ 10 കാര്യത്തിൻ്റെ അകത്ത് ഈ പറഞ്ഞ 34 ക്വസ്റ്റ്യനും ഉണ്ട്, പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളും ഉണ്ട്. എന്നാൽ അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ആദ്യമേ പറയാം 10 കാര്യങ്ങളെ നമ്മൾ ആകെപ്പാടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഒരു മെത്തേഡുണ്ട്. ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സാധനമാണ് നിങ്ങളുടെ എന്താണെന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യനെയറിനെ ഞാൻ മോഡിഫൈ ചെയ്ത് തന്നെയാണ്, ചെക്ക് ലിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഗൂഗിൾ ഷീറ്റിൻ്റെ അകത്താണ്. ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. ഒന്ന് ലൈറ്റ് വെർഷനിലാക്കിയാൽ നല്ലത്. ഞാനിവിടെ മോഡൽ എന്ന് പറഞ്ഞൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ പേര് മാറ്റി നിങ്ങളെടുക്കുന്ന കമ്പനിയുടെ പേരാക്കി ഇട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്നിട്ട് അപ്പോൾ ഞാൻ പറയുന്നത്, ആദ്യം നിങ്ങൾ എക്സൽ ഷീറ്റ് ഗൂഗിൾ ഷീറ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിൾ ഫോമിലേക്ക് ഇതിൽ നിന്ന് ഫില്ല് ചെയ്ത ഡേറ്റ് വെച്ചിട്ട് ഗൂഗിൾ ഫോമിലേക്ക് പോകാം. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാം. ചിലവുള്ള കാര്യമാണ്. വേണമെങ്കിൽ, ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ കൺവീനിയൻസ് പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കേടാ, ഏറ്റവും ആദ്യം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന റെസ്പോണ്ടൻറ്റിൻ്റെ പേരെന്താണ്, അയാളുടെ ജെൻഡർ എന്താണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, അയാൾക്ക് എന്ത് മാത്രം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഔട്ട് ഓഫ് ദി ഫോറം. നമ്മൾ ഈ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ചോദിക്കരുത്. ജനറലായിട്ട് നമ്മൾ ഒരാളെ പരിചയപ്പെടുന്ന രീതിയിലൊന്ന് ചോദിച്ചിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്തിട്ടേ പോകാവൂ. പിന്നെ ഈ പറഞ്ഞ തുടക്കത്തിൽ കിടക്കുന്ന ഇൻഫർമേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യേണ്ട, ചോദിക്കേണ്ട, നിങ്ങൾക്ക് നേരത്തെ അങ്ങ് ഫില്ല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഓർഗനൈസേഷൻ്റെ പേര്, ഏത് വർഷം എസ്റ്റാബ്ലിഷ് ചെയ്ത്, അതൊക്കെ വെബ്സൈറ്റിൽ ചിലപ്പം കാണുമല്ലോ. അതും കൂടെ ഒന്ന് പറയുന്നു. ഒരു കമ്പനിയായിട്ട് സംസാരിക്കാൻ പോകുമ്പോൾ അവർ വെബ്സൈറ്റൊക്കെ നോക്കി ഒരു ചെറിയൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക അവരുടെ ബിസിനസ്സിനെ കുറിച്ച്. നോക്കി എനിക്ക് വലിയ പ്രശ്നം കാണത്തില്ല, നമുക്ക് കുറച്ചും കൂടെ ഒരു ഈസിനെസ് തോന്നും. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം ഫില്ല് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ജനറലായിട്ടൊന്ന് ചോദിക്കുക. എന്നിട്ടേ നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ സൈഡിൽ എന്തുണ്ട്, ചെക്ക് ബോക്സ് ഉണ്ട്. ഇവിടെ റിപ്ലൈ ചെയ്താനുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തു, അവർക്കൊന്ന് കമ്പനിയുടെ പേരറിയാം, നിങ്ങൾ എഴുതുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. നിങ്ങൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഞാൻ നമ്പർ ഇട്ട് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നമ്പർ ഇട്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ അവരോട് ചോദിക്കുന്നത്. പിന്നെ ഈ നമ്പർ ഇട്ട ചോദ്യങ്ങളുടെ താഴെ കിടക്കുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് നോക്കേണ്ടത് അവരായിട്ട് ഇങ്ങോട്ട് മറുപടി പറയുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ബോക്സ് തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ അവർ ചോദിച്ചു, സാർ നിങ്ങളുടെ ഓർഗനൈസേഷനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അവരാദ്യം പറയും എൻ്റെ ഓർഗനൈസേഷൻ്റെ പേര് ഇതാണ്, അവർ പറഞ്ഞു. നിങ്ങളവിടെ ടിക്ക് ചെയ്യുക. ഓക്കെ, ആൻസർ എനിക്ക് കിട്ടി. എന്നിട്ട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ ഇന്ന വർഷം തുടങ്ങിയതാണ്, എന്നിട്ട് നമ്മൾ ഇന്ന ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകളാണ് വിൽക്കുന്നത്, ഇന്ന സെക്ടറിലാണ് നമ്മുടെ ബിസിനസ് വരുന്നത്, പിന്നെ നമ്മളിത് പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതെന്ന് പറയണമെന്നില്ല. അപ്പോൾ ഇത്രയും അവർ പറഞ്ഞു. എബൌട്ട് ഓഫ് ഈ ഓർഗനൈസേഷൻ ചോദിച്ചപ്പോൾ കമ്പനിയുടെ പേര് പറഞ്ഞു, ഏത് വർഷം നിലവിൽ വന്നു, എന്ത് പ്രൊഡക്റ്റാണോ സർവീസാണോ അവർ കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഏത് സെക്ടറിൽ പെടുന്നതിന് തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എബൌട്ട് നമ്മൾ ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്താണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഇത്രയും കാര്യങ്ങൾ അവരിങ്ങോട്ട് മറുപടി പറഞ്ഞു. നമുക്ക് എന്ത് ആവശ്യമില്ല, അങ്ങോട്ട് എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ 2 ചോദ്യങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. ഈ 2ൻ്റെ ഉത്തരം നമുക്ക് വേണം. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ വെറുതെ എബൌട്ട് യുവർ ഓർഗനൈസേഷൻ ചോദിച്ചപ്പോൾ അവർ ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി വേണം നമ്മൾ അങ്ങോട്ട് ചോദിക്കാം. സാറിൻ്റെ ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞാൽ കൃത്യം ഇവിടെ തന്നെയാണോ. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് അവർക്ക് തോന്നരുത്. അവരെ പറഞ്ഞ റിപ്ലൈയിൽ നിന്ന് ഒന്ന് ക്ലാരിറ്റി വരുത്തുന്നു എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ നമുക്ക് ഉത്തരം കിട്ടേണ്ട കാര്യമുണ്ടല്ലോ, ആ 2 കാര്യങ്ങളും കൂടെ ചോദിക്കുക. അത് വേറൊരു ക്വസ്റ്റ്യനായിട്ട് അവർക്ക് തോന്നരുത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ടെക്നിക്കാണ്, അവർ അറിയേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പൊതുവേ ചോദിച്ചപ്പോൾ അവർ ഈ 2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മറുപടി തന്നു. വെറുതെ നിങ്ങൾ ചോദിച്ചു, സാർ നിങ്ങളുടെ ഓർഗനൈസേഷനെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടില്ല, ഫോർ എക്സാമ്പിൾ ഏത് വർഷം തുടങ്ങിയതെന്നും പറഞ്ഞിട്ടില്ല, അവർ പഠിക്കുന്ന സമയത്താണ് അത് തുടങ്ങിയതെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ 2 സാധനങ്ങൾ നമുക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ നിങ്ങൾ എന്ത് പറയുകയാണ്,
അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ സാർ അപ്പം ഇത് എത്ര കാലം തുടങ്ങി കിട്ടിയത് വർഷം തുടങ്ങി എന്ന് വളരെ കാഷ്വലായിട്ട് ചോദിക്കുക, ഉത്തരം കിട്ടി ഫില്ല് ചെയ്യുക. പിന്നെ സാർ ഇപ്പോൾ തുടങ്ങിയത് കുറച്ച് കാലമായിട്ടുള്ളൂ, ഇപ്പോൾ സാർ എങ്ങനെയാണല്ലോ ഇപ്പോൾ സാറ് പഠിക്കുന്ന സമയത്ത് ഇത് തുടങ്ങിയോ എന്നും പറഞ്ഞിട്ട് അയാളുടെ റിപ്ലൈനെ ക്ലാരിറ്റി വരുത്തും പോലെ ചോദിക്കുക. രണ്ടാമത്തെ ഒരു ചോദ്യം പോലെ എന്ത് ചെയ്യരുത്, ചോദിക്കരുത്. അപ്പോൾ വേണ്ട ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ബോക്സിൽ ഫില്ല് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഴുതിപ്പോൾ റിപ്ലൈ എഴുതിപ്പോൾ ഒരു കാര്യം പറയുന്നു, റെക്കോർഡ് ചെയ്ത് തന്നെ പോവാം. ഓക്കെ, നിങ്ങൾ മാക്സിമം ഫോൺ കോളിൽ തന്നെ നോക്കുക, അല്ല ഓൺലൈൻ മീറ്റിങ്ങിലേക്കൊന്നും പോകണ്ട. കാര്യം പിന്നെ നെറ്റിൻ്റെ പ്രശ്നം അത് ഇതൊക്കെ വരുമല്ലോ. ഫോൺ കോളുകൾ മതിയെങ്കിൽ അതാണ് രണ്ടുപേർക്കും കൺവീനിയൻസ്. ഫോൺ കോൾ ചെയ്യുമ്പോൾ അവരുടെ അനുവാദത്തോട് റെക്കോർഡ് ചെയ്യുക. ഇനി എങ്ങാനും അവർ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോർമൽ കോൾ ചെയ്യുക, അപ്പുറത്തൊരു ഡിവൈസ് വെച്ച് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്യാതെ പോകരുത്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഈ നമ്പർ ഇട്ടേക്കുന്ന ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കണം. ഓക്കെ, പക്ഷേ അതിൻ്റെ അകത്ത് എല്ലാം ചോദിക്കണമെന്ന് നിർബന്ധം പറയുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ കളർ ഇട്ടേക്കുന്നത്. ഇപ്പം നമ്പർ ഇട്ടേക്കുന്ന ചോദ്യങ്ങളുടെ കൂടെ കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഓക്കെ, ഞാൻ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്, പേടിക്കേണ്ട. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എബൌട്ട് യുവർ ഓർഗനൈസേഷൻ പച്ചയിലാണ് കിടക്കുന്നത്. എന്നർത്ഥം എബൌട്ട് യുവർ ഓർഗനൈസേഷനെ കുറിച്ച് എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ അതെല്ലാം റിപ്ലൈ കിട്ടിയെന്ന് ഉറപ്പാക്കുക. ഇത് ഒരൊറ്റ ചോദ്യം. ഓക്കെ, ഇപ്പം അവർ കമ്പനിയുടെ കാര്യം പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ചോദിക്കുക, സാർ ഇപ്പം നിങ്ങളുടെ കമ്പനി ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഐഡിയ കാണത്തില്ല എന്താണ് ഈ സ്റ്റേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, സാർ സ്റ്റേജ് പൊതുവേ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഇത്രയും സ്റ്റേജസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഐഡിയ സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്, അതായത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ കോൺസെപ്റ്റും കൊണ്ട് മാർക്കറ്റ് റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ സീഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നേടിയെടുത്ത് കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഏർലി സ്റ്റേജ്, അല്ലെങ്കിൽ അപ്പം അവർക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. മിക്കവാറും അവർക്ക് അറിയാമായിരിക്കും. ഓക്കെ, എന്നിട്ട് ചോദിക്കുക, സാർ ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് ചോദിക്കുക, അതിൽ എത്ര ഫീമെയിൽ എംപ്ലോയീസ് ഉണ്ടെന്ന് ചോദിക്കുക. യഥാർത്ഥത്തിൽ നമുക്ക് മെയിലും ഫീമെയിലും അറിയണം, ടോട്ടൽ അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ അത് രണ്ടും ചോദിക്കുന്നത് ഒരു തരം വൃത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത്, നിങ്ങളുടെ കമ്പനിയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് അതിൻ്റെ ആൻസർ എഴുതുക, അതിന് എത്ര ഫീമെയിൽ എംപ്ലോയീസ് ഉണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസിന് ഫീമെയിൽ എംപ്ലോയീസ് കുറച്ചാൽ മതിയല്ലോ. അവർ കൃത്യ എമൗണ്ട് ഒന്നും വരെ കൃത്യ നമ്പറൊന്നും പറയാൻ പോകുന്നില്ല, എന്നാലും ഏതാണ്ടൊരു ധാരണ കിട്ടിയാൽ മതി നമുക്ക്. ഓക്കെ, റിസർച്ചാണല്ലോ, നമുക്കൊരു ഏതാണ്ട് ധാരണ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എബൌട്ട് യുവർ ഓർഗനൈസേഷൻ ആയിരുന്നു. അതിനകത്തുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിരുന്നു സ്റ്റേജ് എന്താണെന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ കേട്ടോ. ഏതാ പറയുന്നത് വെച്ചാൽ അത് മാത്രം ടിക്ക് ചെയ്താൽ മതി, അതിന് വേണ്ടി ഇട്ടേക്കുകയാണ്. ഓക്കെ, ഞാൻ അതിനൊന്ന് മാറ്റിത്തരാം, റിപ്ലൈയുടെ അവിടെ ടിക്ക് ചെയ്യാൻ കണക്കാക്കി തരാം, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാകും. പിന്നെ ഉള്ളത് നമ്പർ ഓഫ് എംപ്ലോയീസ് ചോദിച്ചു. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി എന്തായിട്ട് അവരുടെ റിപ്ലൈന് ക്ലാരിറ്റി വരുത്താനായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഫൗണ്ടേഴ്സിനെ കുറിച്ചൊന്ന് പറയാമെന്ന് ചോദിക്കുക. അപ്പോൾ അവരുടെ നമ്മൾ ഇത്ര പേരുണ്ടെന്ന് പറയാം. ഓക്കെ, നമുക്കറിയേണ്ട 3 കാര്യങ്ങളാണ്. ഫൗണ്ടേഴ്സിൻ്റെ വേറെ പല ഡീറ്റെയിൽസുകൾ പറയുന്നുണ്ടാവും. ഒന്നും നമുക്കറിയേണ്ട, എത്ര ഫൗണ്ടേഴ്സ് ഉണ്ട്, അതിലെത്ര ഫീമെയിൽ, ഇവരുടെയൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ജനറലി എന്താണെന്നുള്ളത് നമുക്കൊന്നറിയണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ, അവർ സംസാരിക്കുന്നിടയിൽ കിട്ടുന്നുണ്ടോ, ടിക്ക് ചെയ്ത് പോവുക. റിപ്ലൈ നിങ്ങൾക്ക് അപ്പം തന്നെ എഴുതി പോകാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ. പക്ഷേ അതൊരു ബുദ്ധിമുട്ടാണ്, അവർക്കൊരു ബുദ്ധിമുട്ടാകും. കാര്യം അത്രയും ടൈം അവർ വെയിറ്റ് ചെയ്യണമല്ലോ നിങ്ങൾ റിപ്ലൈ ചെയ്ത് തീരും വരെ. അതുകൊണ്ടാണ് പറയുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് എഴുതാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ അവിടെ തന്നെ പച്ച കിടക്കുന്നുവെങ്കിൽ അതിലെല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിക്കണമെന്ന് അർത്ഥം. ഇനി ശ്രദ്ധിക്കേണ്ടതാ SAANDNSD എന്നൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് കാണാം. അതായത് ഇതിൽ കിട്ടേണ്ട റിപ്ലൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി, ആ ടൈപ്പ് റിപ്ലൈ ആണ്. ഇത് നിങ്ങൾ അവരോട് ചോദിക്കാൻ പോകുന്നില്ല. അതായത് നിങ്ങൾ സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്നതെന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവിടെ നിങ്ങളുടെ ഇൻ്റലിജൻസ് ആണ്, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. നിങ്ങൾ അവർ ചോദിക്കണം, സാർ ഈ ബിസിനസ് തുടങ്ങാൻ സാറിന് എന്തോന്നായിരുന്നു മോട്ടീവ് എന്ന് ചോദിച്ചാൽ സാർ എന്ത് പറയും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഓൾറെഡി ഒരു ചോദ്യം, ഒരു ഉത്തരം ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അയാൾ എടുത്ത പാടെ പറയുകയാണ്, എനിക്ക് ഇതൊരു ഞാൻ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഈ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഉടനെ സ്ട്രോങ്ലി എഗ്രി അങ്ങ് ചെയ്യണം. കാര്യം അയാളുടെ മനസ്സിൽ അത്രമേയും പ്രോപ്പറായിട്ടിരിക്കുന്ന ഉത്തരം അതാണ്. പിന്നെ ചോദിക്കുകയാണ്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് അയാളെ ക്ലാരിറ്റി വരുത്തുന്ന പോലെ ഞാൻ വീണ്ടും പറയുന്നു, അടുത്തൊരു ചോദ്യമായിട്ട് അവർക്ക് തോന്നരുത്. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് അയാൾ തന്ന റിപ്ലൈക്ക് നമ്മൾ ക്ലാരിറ്റി വരുത്തുന്ന പോലെ ചോദിക്കാവൂ. നമ്മൾ അങ്ങോട്ട് ചോദിക്കും, അപ്പോൾ സാർ അപ്പോൾ പൈസ കിട്ടും എന്നുള്ളതൊരു ഫാക്ടർ ആയിരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ ഷുവർ ഓഫ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ കോൺഫിഡൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് എഴുതണം, അയാൾ സ്ട്രോങ്ലി എഗ്രി ആണോ ന്യൂട്രൽ ആണോ ഡിസഗ്രി ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതണം. അല്ല അയാളെടുത്ത് ചോദിക്കാൻ നിൽക്കരുത്. കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ നമ്മളയാൾ ചോദിച്ച ചോദ്യം എന്ത് മാത്രമേ ഉള്ളൂ, സാർ ബിസിനസ് തുടങ്ങാനുള്ള സാറിൻ്റെ മോട്ടീവ് എന്താണ്? അയാൾ എടുത്ത പാടെ പറഞ്ഞ ഉത്തരത്തിന് സ്ട്രോങ്ലി എഗ്രി കൊടുക്കുക. ചിലപ്പോൾ അയാൾ ഒന്നിലധികം ഉത്തരം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാകും, അതെല്ലാത്തിനും എന്ത് കൊടുക്കാം? സ്ട്രോങ്ലി എഗ്രി കൊടുക്കാം. ഇപ്പോൾ പാഷൻ കാരണമാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ അയാൾക്ക് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് പേഴ്സണൽ ഗ്രോത്ത് കാണുന്നുണ്ട്, വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ ഇങ്ങോട്ട് പറഞ്ഞെന്നിരിക്കാം. അയാൾക്ക് ഇതൊന്നും അറിയത്തില്ല, ഓപ്ഷനൊന്നും അയാൾക്ക് അറിയത്തില്ല. ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞു കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. സാർ അപ്പോൾ പൈസ കിട്ടുക എന്നുള്ള സാറിന് ഒരു ഉദ്ദേശമായിരുന്നില്ലേ? ചിലപ്പോൾ അയാൾ പറയും, എനിക്ക് ഇന്നേ വരെ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങളാണ്, എനിക്ക് നല്ലൊരു പാഷനുണ്ട്, അതൊക്കെ കൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ത് കൊടുക്കാം? മണീൻ്റെ അവിടെ ടിക്കിട്ടിട്ട് സ്ട്രോങ്ലി ഡിസഗ്രി കൊടുക്കാം. ഇനി അയാൾ പവറിനെ കുറിച്ച് പറഞ്ഞിട്ട്, അപ്പോൾ സാർ സാറിനൊരു പവർ കിട്ടുന്ന പരിപാടിയാണ്. കാര്യം നമുക്കൊരു ജോലി ചെയ്യുന്ന പോലെ അല്ലല്ലോ, നമ്മളൊരു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയാൽ നമ്മുടെ കയ്യിലാണ് നമ്മളെ പവർ നിൽക്കുന്നത്. അതുകൊണ്ട് അതൊരു മോട്ടീവായിട്ട് തോന്നിയിട്ടില്ലേ ബിസിനസ് തുടങ്ങാൻ? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ വീണ്ടും ടിക്ക് ഇടുക. നമുക്ക് ആ ഉത്തരം കിട്ടിയോ ഇല്ലെന്നാണ് ടിക്ക് ഇടുന്നത്. ഉത്തരം എന്തിവിടെ എഴുതുക? സ്ട്രോങ്ലി ഡിസഗ്രി എഴുതുക. പിന്നെ സമൂഹത്തിന് എന്തെങ്കിലും നല്ല ചെയ്യണം തോന്നിയിട്ടില്ല, അതൊരു മോട്ടീവായിട്ട് തോന്നിയിട്ടില്ലേ? അല്ലെങ്കിൽ സാറിന് പ്രോബ്ലം സോൾവിങ്ങിനുള്ളൊരു ത്രില്ലുണ്ടോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, അയാളുടെ റിപ്ലൈയുടെ പവർ അനുസരിച്ച് എഴുതി പോവുക. ഇതൊന്നും ഒരു ക്വസ്റ്റ്യനായിട്ട് തോന്നരുത്. അപ്പം നിങ്ങൾ ഓക്കെ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് എപ്പോഴേ പറയാവൂ. ഞാൻ ഈ നമ്പർ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻ എത്തുമ്പോഴേ പറയാവൂ. ബാക്കിയെല്ലാം എന്താണ്? അയാളുടെ റിപ്ലൈയിൽ നമ്മൾ ക്ലാരിറ്റി വരുത്തുന്നതാണ്. എന്നാൽ നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 4ാമത്തെ ക്വസ്റ്റ്യനിലും ക്വസ്റ്റ്യൻ പച്ച കളറിലാണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് എവറിത്തിങ് ഇൻ ദ ക്വസ്റ്റ്യൻ ഹാസ് ടു ബി ആസ്ക്ഡ്. അപ്പോൾ നമ്മൾ ചോദിക്കും, സാർ ഓക്കെ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു യു മെഷർ ദ സക്സസ് ഓഫ് യുവർ ബിസിനസ്? എന്തുണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുള്ളായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവർക്കൊരു ഉത്തരം കാണുമായിരിക്കാം. ഇൻ കേസ് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഫോർ എക്സാമ്പിൾ, സാറിൻ്റെ ബിസിനസ്സിന് നല്ല ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉണ്ടാകുമ്പോഴാണോ സക്സസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് കൂടുമ്പോഴാണോ? 10 പേര് വെച്ച് തുടങ്ങിയ ബിസിനസ് ഇന്ന് 100 പേര് ജോലി ചെയ്യുന്നു, അതാണോ സാർ സക്സസ് ആയിട്ട് കാണുന്നത്? അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, അവരുടെ ബിസിനസ് നിലവിൽ സക്സസ്ഫുള്ളാണോ അല്ലയോ എന്നതിനൊരു ഇതുമില്ല, റെലവൻസും ഇല്ല. നിങ്ങൾ എന്തിനാണ് സക്സസ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, എൻ്റെ ബിസിനസ് സക്സസ്ഫുള്ളായി നിങ്ങൾ നാളെയാണ് പറയാൻ പോകുന്നതെങ്കിൽ എന്ത് കണ്ടിട്ടായിരിക്കും പറയാൻ പോകുന്നത്? സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആണോ? ഇതിൽ ചിലപ്പോൾ ഒന്നിലധികമോ സാധനം അയാൾ ഇങ്ങോട്ട് പറഞ്ഞെന്നിരിക്കാം, പറഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. സാർ അപ്പോൾ ഇതൊരു ഫാക്ടർ അല്ലേ? അപ്പോൾ അയാളുടെ റിപ്ലൈയുടെ പവർ നോക്കിയിട്ട് നമ്മൾ വേണം സ്ട്രോങ്ലി അഗ്രി ആണോ ന്യൂട്രൽ ആണോ എന്നുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ. നിങ്ങളുടെ ഒരു ഇതിന് വിട്ട് തന്നിരിക്കുകയാണ് അത്. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ പറഞ്ഞു 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാ ഇപ്പോൾ എത്തി. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫണ്ടിങ് ഓഫ് ദ ബിസിനസ്സിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുക. ഇനിഷ്യൽ ഫണ്ട് സാറിന് എവിടെ നിന്നാണ് കിട്ടിയേ? അപ്പോൾ അവർ ഈ പറഞ്ഞത് ഏതിലൊന്നായിരിക്കും പറയുന്നത്. സ്വന്തം ഫണ്ടാണെന്നോ ഫാമിലിയിൽ നിന്ന് കിട്ടിയെന്നോ ബാങ്കിൽ കൊണ്ടെടുത്തോ എന്തോ ആയിക്കോട്ടെ, അത് പറഞ്ഞ് തീർന്നിട്ട് ചോദിക്കുക. അപ്പോൾ സാർ ഇനിഷ്യൽ ഫണ്ട് അങ്ങനെ കിട്ടിയെങ്കിൽ പിന്നീടുള്ള ഫണ്ടുകൾ എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയും, ഓക്കെ, പിന്നീടുള്ള ഫണ്ടുകളുടെ കാര്യം എങ്ങനെയായിരുന്നു ചോദിക്കുക. ഓക്കെ, ഫണ്ട് ആഫ്റ്റർ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു ചോദിക്കുക. അപ്പോൾ അവർ പറയും, എന്താ ഉദ്ദേശിച്ചത് എനിക്ക് അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, എന്താണ് സമയത്തിന് പിന്നീട് കൃത്യം ഫണ്ട് കിട്ടിയോ? നിങ്ങളുടെ പ്ലാൻ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിരുന്നോ? അതപ്പോൾ ഫണ്ട് കുറേ എടുക്കുന്നതിനേക്കാൾ റിസ്ക് കുറയ്ക്കുന്നതിനെ കുറിച്ചായിരുന്നോ പിന്നീട് നിങ്ങളുടെ ചിന്ത? അങ്ങനെ അങ്ങോട്ട് ചോദിക്കുക. ഇതിനെല്ലാം ഉത്തരം കിട്ടണമെന്നില്ല, സ്റ്റിൽ ചോദിക്കാൻ ശ്രമിക്കുക. ഉത്തരം കിട്ടുന്നതിനേക്ക് ഒന്ന് ടിക്കിട്ട് വയ്ക്കുക. ബാക്കി നിങ്ങൾക്ക് അവരുടെ ഉത്തരം തരുന്ന ഒരു രീതി കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഇരിപ്പ് ഇതായിരിക്കും എന്നൊരു തോന്നൽ കിട്ടില്ല. അത് വെച്ച് ഫില്ല് ചെയ്താൽ മതി. അത്ര പ്രോപ്പറായിട്ട് പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിനെ ഗ്രീനിൽ ഇട്ടിട്ടില്ല. കാര്യം എന്തുകൊണ്ടാണ്? ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലെ എല്ലാ പോയിന്റുകളും നിങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല, പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ പച്ച കളറിലിട്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചോദിക്കാം. ബാക്കി നിങ്ങളുടെ സമയം പോലെ വേണമെങ്കിൽ പറ്റുമെങ്കിൽ ചോദിച്ചാൽ മതി. കാര്യം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ, 7 വരെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 6ൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ചോദിക്കുമെന്ന് പറയുന്നില്ല. അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങളുടെ ബിസിനസ് മോഡലിൻ്റെ അപ്രോച്ച് എന്താണ് സാർ ടു ദി ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് ചുമ്മാ ചോദിക്കുക. ഉറപ്പായിട്ട് അവന് കാര്യം പിടികിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കുക. നിങ്ങൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോളേജ് അക്വിസിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് എവിടെയെങ്കിലും സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടോ? അതായത് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിനോട് കൂടി ചേർന്ന് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെയും ഉത്തരം ശ്രദ്ധിക്കുക. സ്ട്രോങ്ലി എഗ്രി ന്യൂട്രലാണ്. ഇതിന് അവർ തരുന്ന ഉത്തരം വെച്ച് ഏതാണ്ട് ഇതിനൊക്കെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന പോലെ എഴുതാം. അല്ലാതെ എല്ലാം ചോദിക്കാന്ന് വെച്ചാൽ പ്രാക്ടിക്കലല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയുന്നത്.
പിന്നെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു മോഡൽ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിന് മോട്ടിവേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ടോ? ആ ഒരു ഉത്തരം വെച്ച് ഈ പറഞ്ഞ കാര്യം, അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അവർ നല്ല സ്കില്ലുള്ള സാധനമാണെന്നല്ലേ പറയില്ല, മോശം പറയത്തില്ല. അതുകൊണ്ട് ചോദിക്കുന്നത് ഇത് ന്യായമല്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആളത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് എഴുതുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. നിങ്ങൾ ചോദിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, ഈ ഒരൊറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? അവരെ ക്രിയേറ്റീവ് തിങ്കിങ് നിങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ടോ? ഇന്നോവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പം നിൽക്കുന്ന നിലയിൽ നിന്ന് സംതിങ് ന്യൂ ക്രിയേറ്റ് ചെയ്യണം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി റിസോഴ്സൊക്കെ ചിലവാക്കിയൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ബിസിനസ് മോഡലിന് മാർക്കറ്റിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വെച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അത്യാവശ്യം റവന്യൂ സ്ട്രീംസ് ഉണ്ടോ, ഒന്നിലധികം റവന്യൂ സ്ട്രീംസ് ഉണ്ടോ, തുടങ്ങിയ കാര്യങ്ങൾ അവർ തരുന്ന റിപ്ലൈക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ക്ലാരിറ്റി വരുത്തുന്ന വിധത്തിൽ അങ്ങോട്ട് ചോദിക്കുക. കൂടെ ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റേതെങ്കിലും ബിസിനസ്സുകളായിട്ട് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉണ്ടോ, നെറ്റ്വർക്കിംഗ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടുന്നുണ്ടോ? ലൈക്ക് ടെക്നോളജിയുടെ കിട്ടാൻ വേണ്ടിയിട്ടോ, ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ടാലൻറ്റ് എടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റ് കമ്പനികളായിട്ടുള്ള ആ ഒരു പാർട്ണർഷിപ്പ് ഉപകാരപ്പെടുന്നുണ്ടോ? പാർട്ണർഷിപ്പ് ഉണ്ടോ എന്നുള്ള ആദ്യത്തെ ചോദ്യം. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഉത്തരത്തിലും ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഉണ്ടെന്ന് അവർ പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ച് ക്ലാരിറ്റി വരുത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആരുമായിട്ട് നമുക്ക് തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ചോദിക്കുന്നത് അവർക്ക് പുറമേയും അകമേയുള്ള കാര്യങ്ങളുമായിട്ട് അവരുടെ ബിസിനസ് മോഡൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ചോദിക്കുക, നിങ്ങൾ ടാക്സ് ഇൻസെൻറ്റീവ്സ് കിട്ടുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? പിന്നെ നിങ്ങൾ കസ്റ്റമർ ഫോക്കസ്ഡ് ആണോ? അപ്പോൾ കസ്റ്റമർ ഫോക്കസ്ഡ് ആണോ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ അവരായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ടോ? അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നുണ്ടോ? അവരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടോ? അവരുടെ കംപ്ലയിൻ്റൊക്കെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ വളരെ കാഷ്വലായിട്ട് ഐ ആം റിപ്പീറ്റിംഗ് അവരുടെ ഉത്തരത്തിന് ക്ലാരിറ്റി വരുത്തുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തിന് ക്ലാരിറ്റി വരുത്തുന്ന പോലെ ചോദിക്കുക. അടുത്ത ചോദ്യമായിട്ട് തോന്നരുത്. ഞാൻ പറയുന്നു ഇതൊരു സൈക്കോളജിയാണ്. അടുത്ത ചോദ്യം എന്ന് എപ്പോഴേ പറയാവൂ, ഈ ക്വസ്റ്റ്യൻ നമ്പർ കാണാൻ നിർത്തും. ഓക്കെ സാർ, നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം, ഇനി 3 ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുള്ളൂ എന്ന് പറയുക, അയാളെ സമാധാനപ്പെടുത്തുക. ഓക്കെ, 7th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഞാൻ എന്തിട്ടിട്ടില്ല, പച്ചയിലിട്ടിട്ടില്ല. കാര്യം എല്ലാം ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അയാളത്ത് പറയാൻ ഞാനിനി അറിയാൻ പോകുന്നത് നിങ്ങളുടെ ടെക്നോളജി സ്റ്റാറ്റസിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഗ്രീനിലിട്ടേക്കുന്ന കാര്യങ്ങൾ മാത്രം ചോദിക്കാം. ഇപ്പം നിങ്ങളുടെ ടെക്നോളജി ലേറ്റസ്റ്റ് ട്രെൻഡ് പ്രകാരമാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഓക്കെ, അത് ചോദിച്ചു. ഇനി അടുത്തത്, ഇതൊക്കെ പറ്റുമെങ്കിൽ ചോദിക്കാൻ നിർബന്ധിക്കുന്നില്ല. അയാൾ തരുന്ന ഉത്തരത്തിൻ്റെ മിക്കവാറും എന്നുള്ള ഉത്തരങ്ങൾ കാണാം. പിന്നെ നിങ്ങൾക്കൊരു R&D ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടോ? നിങ്ങൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട് എന്തെങ്കിലും പാർട്ണർഷിപ്പ് ചെയ്യുന്നുണ്ടോ? ഈ പാറ്റൻ്റ് പോർട്ട്ഫോളിയോ ഒന്നും 90% കമ്പനികൾക്ക് ആപ്ലിക്കബിൾ അല്ല. എന്നാൽ ഇന്നോവേഷൻ ചെയ്യുന്ന ചില കമ്പനികൾക്ക് ഉണ്ട് താനും. അതൊക്കെ ഒന്ന് കമ്പനിയുടെ സ്ഥിതിഗതി അറിഞ്ഞ് പെരുമാറുക. ഓക്കെ, പിന്നെ സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടോ? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ള സിസ്റ്റം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അകത്ത് ബാക്കിയുള്ളതിനുള്ള ഉത്തരവുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോവുകയാണ്. അവിടെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഗ്രീൻ ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചോദിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടതാണ്, സാർ നിങ്ങൾ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സിന് സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ചോദ്യത്തിനും പ്രസക്തിയില്ല, അത് ഓർക്കുക. ഓക്കെ, എടുത്തിട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഒന്നും ചോദിക്കാൻ നിൽക്കേണ്ട. നോ എന്ന് കേട്ട ഉടനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് എന്നാണ് പറയുന്നുണ്ടെങ്കിൽ സാർ എന്ത് സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്? അപ്പോൾ അവർ ഇതിൽ ഒന്ന് പറയും. ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ലോഞ്ചിന് കിട്ടിയിട്ടുണ്ട്, നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വർക്ക്ഷോപ്സ് കിട്ടിയിട്ടുണ്ടെന്ന് അവർ ഇങ്ങോട്ട് പറയും. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ക്ലാരിറ്റി വരുത്തുന്ന രീതിയിൽ പറയും. സാർ അപ്പോൾ അത്രേ കിട്ടിയിട്ടുള്ളൂ, നിങ്ങൾക്ക് അവിടെ നിന്ന് ഫണ്ടിനുള്ളൊരു സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എന്തായാലും റെസ്പോൺസ് കിട്ടിയിട്ട് ഇടുക. അവരുടെ ആ പറയുന്നതിൻ്റെ പവർ അനുസരിച്ച് ഇവിടെ സ്ട്രോങ്ലി എഗ്രി ആണോ എന്നുള്ളത് നിങ്ങൾ എഴുതുക. പിന്നെ ഇൻവെസ്റ്ററിൻ്റെ അറ്റൻഷനൊക്കെ കിട്ടിയായിരുന്നോ? നിങ്ങൾ ഇൻക്യുബേഷൻ സെൻറ്ററായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് കൊണ്ട് കുറേ ഇൻവെസ്റ്റേഴ്സ് നിങ്ങളെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ ഇതിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ട്രെയിനിങ് സെഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ഉത്തരത്തിന് ക്ലാരിറ്റി വരുത്തുമ്പോൾ അങ്ങോട്ട് ചോദിക്കുക. ചോദിച്ച് എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. 4 questions that are in green. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഗ്രീനിലല്ലായിരുന്നു, അതുകൊണ്ടാണ് അകത്തുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ഗ്രീനിൽ കിടക്കുമ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും ചോദിക്കുക. ഉത്തരം പറ്റിയത് എസ് എ ഒക്കെ തന്നെയല്ലോ, നമുക്ക് വെറുതെ ഇവിടെ എസ് എ എന്നൊക്കെ എഴുതി പോവാം. വലിയ സമയം എടുക്കില്ല എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക്
പ്രിൻ്റ് എടുത്ത് കൈ വെച്ചിരുന്നാൽ അത്രയും നല്ലത്. നിങ്ങളെ കൺവീനിയൻസ് ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. അപ്പോഴും പറയും സാർ ഇനി ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാമല്ലോ, അത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് പറയാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ചോദിക്കുന്നത്, ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അവർ പറയും ഗവൺമെൻറ് പാർട്ടിയിൽ നിന്നാണ് നമുക്ക് ഇൻക്യുബേഷൻ കിട്ടിയത്, അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കിട്ടി, എന്താണെന്ന് വെച്ചാൽ. എന്നിട്ട് നോക്കിയപ്പോൾ സാർ ഫണ്ടിങ്ങിനുള്ള സപ്പോർട്ടൊന്നും കിട്ടിയില്ല. അവരുടെ ഉത്തരത്തിന് ക്ലാരിറ്റി വരുത്തുമ്പോൾ അങ്ങോട്ട് ചോദിക്കുക, അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിനുള്ള സപ്പോർട്ട് കിട്ടിയോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കുക. എന്നിട്ട് 10ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സാർ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം, അതിൻ്റെ ചലഞ്ചസ് എന്താണെന്ന് ചോദിച്ചാൽ സാറിന് എന്തായിരിക്കും പറയാനുള്ളത്? വീണ്ടും അയാൾ എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയും. ഇതും സ്ട്രോങ്ലി എഗ്രി ആണെന്ന് എനിക്ക് സംശയമുണ്ട്, നോക്കട്ടെ. ഇതും സ്ട്രോങ്ലി എഗ്രിയാണ്. അപ്പോൾ ഞാനത് ആഡ് ചെയ്തേക്കാം, എഴുതാൻ വിട്ടുവരാണേ. ഇതുപോലെ തന്നെ അത് സ്ട്രോങ്ലി എഗ്രിയാണ്, ഇപ്പോൾ തന്നെ ആഡ് ചെയ്യാം. ഇവിടെ ചോദിക്കുക സാർ, അപ്പം അവർ ഓൾറെഡി ഇങ്ങോട്ട് കുറേ ഉത്തരങ്ങൾ വരും. നമുക്ക് ഈ പറയുന്ന പോലെയൊക്കെ തന്നെ ഒരുപാട് മറ്റേ ഏകജാല സംവിധാനമൊക്കെ വന്നു എന്നൊക്കെ പറയുന്നതിനെ ലോ എന്തൊക്കെ പറഞ്ഞാലും കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞാൽ ഉടനെ ഇത് ടിക്ക് ചെയ്യുക, സ്ട്രോങ്ലി എഗ്രി. പിന്നെ അവർ എന്തൊക്കെ ഉത്തരം പറയുന്നോ അതെല്ലാം ഇവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് ചോദിക്കുക, സാർ അപ്പോൾ കോമ്പറ്റീഷൻ വലിയ കാര്യമായിട്ടില്ലായിരുന്നെന്നാണോ സാറ് പറയുന്നത്? അപ്പോൾ ഉണ്ടായിരുന്നു, നല്ല അത്യാവശ്യം പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ, അവർ എഗ്രി ചെയ്യുന്നു. പിന്നെ ഇൻക്യുബേറ്റേഴ്സിൻ്റെ ഫെസിലിറ്റി ഒന്നും പ്രശ്നമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിന് ടിക്ക് ചെയ്യുക, അവരുടെ ഉത്തരം. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്നും ഫില്ല് ചെയ്ത് പോവാം. കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഓരോ വാക്ക് നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓരോ വാക്ക് നോക്കുക. എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്ലാരിറ്റി വരുത്തി പോവാം. ഇന്നുകൊണ്ട് ക്ലാരിറ്റി വരുന്നേ. എന്നിട്ടൊരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ കണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൂടെ പറയുകയാണ്. ഇത് കണ്ട് തീർന്നതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒന്ന് എന്നെ വിളിക്കുക. എന്നെ വിളിച്ചിട്ട് ഞാൻ ആരാണെന്ന് വിചാരിക്കുക, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന ഏതോ ഒരു റെസ്പോണ്ടൻ്റ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുക. എന്നോട് ചോദിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്ത് വിനേഷിൻ്റെ നമ്പറുണ്ട്. നിങ്ങൾ ഇൻഡിവിജ്വലി ചെയ്യണം, ആരും ഗ്രൂപ്പായിട്ടൊന്നും ചെയ്യാമെങ്കിൽ ഇൻഡിവിജ്വലി ചെയ്യാം. ഒന്ന് ജസ്റ്റ് നിങ്ങൾ, ഞാൻ തന്നെയല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു ചോദിച്ച് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്ത് വിനേഷിൻ്റെ നമ്പറുണ്ട്. അവനെ വിളിച്ചിട്ട് അപ്പ് ഡൗണിനെ കുറിച്ച് അറിയണമെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അപ്പ് ഡൗണിനെ കുറിച്ചും ചോദിക്കുക. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അപ്പോൾ ചോദിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ അടുത്തും ചോദിക്കാം, അവനോട് ചോദിക്കാം. എൻ്റെ അടുത്ത് വൈ-കൊമേഴ്സിനെ കുറിച്ച് ചോദിക്കുക, അവൻ്റെ അടുത്ത് അപ്പ് ഡൗണിനെ കുറിച്ച് ചോദിക്കുക. നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് കിട്ടും, നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടും. നമുക്ക് കാര്യം പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യാം. ഓക്കെ, കണ്ടിട്ട് പറയാം. താങ്ക് യു.